ഇടുക്കി രൂപതയ്ക്ക് ബി.ജെ.പി. പിന്തുണ നൽകി. കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച സാഹചര്യത്തെ ബി.ജെ.പി. നേതൃത്വം അഭിനന്ദിച്ചു. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരള ജനത. രാഷ്ട്രീയ പ്രീണനത്തിന് ശ്രമിക്കുന്നവർക്കേറ്റ തിരിച്ചടിയാണിത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ കുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അതിൽ നിന്ന് ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഇടുക്കി രൂപത കേരള സ്റ്റോറി മതബോധന ക്ലാസുകളുടെ ഭാഗമായി പ്രദർശിപ്പിച്ച സാഹചര്യം ബി.ജെ.പി. ഇതിനെ പിന്തുണയ്ക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ബി.ജെ.പി. ഇതിൽ നിലപാട് വ്യക്തമാക്കുന്നത്? എങ്ങനെയാണ്? സുബിൻ, കേൾക്കാമോ? കേൾക്കാൻ കഴിയുന്നു. സുബിൻ, പറഞ്ഞോളൂ. ഇതിൽ ബി.ജെ.പി. ഈ വിഷയത്തിൽ കേരള സ്റ്റോറി എന്ന സിനിമ ഇടുക്കി രൂപത കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നതിന് ഭാഗമായി മതബോധന ക്ലാസുകളിൽ പ്രദർശിപ്പിച്ച സാഹചര്യം ബി.ജെ.പി. എങ്ങനെ നോക്കിക്കാണുന്നു? അവരുടെ നിലപാടെന്നാണ് വിഷയത്തിൽ? പ്രധാനമായും ഇടുക്കി രൂപതയുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ബി.ജെ.പി. നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. ബി.ജെ.പി. മധ്യമേഖലാ പ്രസിഡന്റാണ് ഇടുക്കി രൂപതയ്ക്ക് പിന്തുണ അറിയിച്ച് നിലവിൽ രംഗത്ത് വന്നത്. ഈ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് ഹരിയ പ്രധാനമായും പറഞ്ഞത്. ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് മുൻപ് ബിഷപ്പായിരുന്ന കല്ലറങ്ങാട്ടിൽ ഇത്തരത്തിൽ ലവ് ജിഹാദിന്റെ എതിരെയൊക്കെ സംസാരിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉടലെടുത്തിരുന്നു. അന്ന് ഈ ബിഷപ്പിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം സാധൂകരിക്കത്തക്ക വിധത്തിലാണ് നിലവിൽ ഇപ്പോഴും ആ ഒരു കാര്യങ്ങളിൽ ഈ ക്രൈസ്തവ വിഭാഗം എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് പ്രധാനമായും ബി.ജെ.പി. നേതൃത്വം നോക്കിക്കണ്ടത്. രാഷ്ട്രീയ പ്രീണനത്തിനുള്ള ശ്രമമാണ് പ്രധാനമായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരള ജനത തിരിച്ചറിയും. കേരള സ്റ്റോറിക്കെതിരായിട്ടുള്ള പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം ഇടതുപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാം തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു രാഷ്ട്രീയ പ്രീണനത്തിനുള്ള ശ്രമമാണ് നടന്നത്. അത് കേരളത്തിലെ ജനത തിരിച്ചറിയുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ കേരള സ്റ്റോറി ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചതിലൂടെ പുറത്തു വന്നത് എന്നാണ് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇടുക്കി രൂപതയ്ക്ക് ഒരു വലിയ പിന്തുണ ഈ സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള പിന്തുണ ബി.ജെ.പി. നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സുബിനാണ് വിവരങ്ങൾ നൽകിയത്.